എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 2 തീയതി നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, Dash is the delivery of computing services over the internet which includes tools and application like data storage, servers, database, networking and software is. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെ കമ്പ്യൂട്ടിംഗ് സർവീസ് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഡേറ്റ സ്റ്റോറേജ്, സെർവർ, ഡേറ്റാബേസ്, നെറ്റ്വർക്കിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ എന്നിങ്ങനെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. അപ്പോൾ അത് ഏത് കമ്പ്യൂട്ടിംഗ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, സൂപ്പർ കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് ഇതിന് മുമ്പത്തെ പരീക്ഷയ്ക്കും അതായത് 2024 ജൂലൈയിലെ എക്സാമിനും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതിന് മുമ്പത്തെ പരീക്ഷയിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്നാണ് ചോദിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓൺ ഡിമാൻഡായിട്ട് ഡേറ്റ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്കേലബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്യൂരിറ്റിയും അത് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ആണ്. അതായത് നമ്മൾ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സും റിലേറ്റഡ് റിസോഴ്സസും യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും എന്താണെന്നാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. Next question, which of the following best describe the function of an advanced organizer in learning? അതായത് അഡ്വാൻസ് ഓർഗനൈസർ ഇൻ ലേണിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഫംഗ്ഷൻ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു ടെസ്റ്റ് സ്റ്റുഡൻസ് പ്രയർ നോളജ് റിലേറ്റഡ് ടു ദ ടോപ്പിക്, ടു ചലഞ്ച് സ്റ്റുഡൻസ് വിത്ത് എ ഡിഫിക്കൽട്ട് ആൻഡ് ന്യൂ കണ്ടന്റ് ഇമ്മീഡിയറ്റ്ലി, ടു ആക്ട് ആസ് എ കോഗ്നിറ്റീവ് ബ്രിഡ്ജ് ബിറ്റ്വീൻ വാട്ട് സ്റ്റുഡൻറ്റ് ഓൾറെഡി നോ ആൻഡ് വാട്ട് ദേ വിൽ ലേൺ. ഓപ്ഷൻ ഡി, ടു റിവ്യൂ കോണ്ടന്റ് ഓൾറെഡി കവേർഡ്. അതായത് അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോഗ്നിറ്റീവ് ബ്രിഡ്ജാണ്. അതായത് നമുക്ക് ഓൾറെഡി എന്താണ് ഒരു സ്റ്റുഡൻറ്റിനെ അറിയാവുന്നതും അതുപോലെ തന്നെ നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓസ്ബലിൻ്റെ തിയറി ഓഫ് മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിലാണ് ഇത് പറയുന്നത്. മുൻകൂട്ടി സംഘാടകർ എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമ്മുടെ പഴയ നോളജും പുതിയ നോളജും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് വർത്തിക്കുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. Next question, Dash intelligence refers to the ability to comprehend oneself including one's feelings and intention. അതായത് നമുക്ക് നമ്മളെ തന്നെ കോംപ്രഹെൻഡ് ചെയ്യുന്ന എബിലിറ്റി, അതായത് നമ്മുടെ ഫീലിങ്സ്, ഇൻറ്റൻഷൻസ് ഇതൊക്കെ കോംപ്രഹെൻഡ് ചെയ്യുന്ന ഇൻ്റലിജൻസിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്, ബോഡ്ലി കൈനസ്തെറ്റിക്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻട്രാപേഴ്സണൽ ആണ്. അതായത് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്ന ഇൻ്റലിജൻസിനാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, നമ്മൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ തന്നെ വിലയിരുത്തുന്നതാണ്. നമുക്ക് നമ്മെ പറ്റി തന്നെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളും നമ്മളുടെ ബന്ധത്തെ പറ്റിയുള്ള, അതായത് അവർക്ക് എന്ത് തോന്നിക്കാണോ അങ്ങനെ അവരെ പറ്റി ചിന്തിക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. ബോഡ്ലി കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ മൂവ്മെൻറ്റ്, കൈ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ചാലികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചു. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 3 ക്വസ്റ്റ്യൻസിന് എന്തായാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. Next question, which of the following is a repository of educational content for the students from class 1 to 12 provided by KAI, Kerala Infrastructure and Technology for Education? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ KAI, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ്റെ റെപ്പോസിറ്ററി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റിൻ്റെ റെപ്പോസിറ്ററി
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൈറ്റ്. അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമഗ്ര, വിക്ടേഴ്സ്, സമ്പൂർണ്ണ, ഹൈടെക് സ്കൂൾ പ്രോഗ്രാംസ്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സമഗ്രയാണ്. സമഗ്ര എന്ന് പറയുന്ന ഒരു റിസോഴ്സ് പോർട്ടലാണ്, ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് കൈറ്റാണ്, അതായത് പബ്ലിക് എഡ്യൂക്കേഷൻ റിവജനേഷൻ മിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. അത് ഹൈടെക് സ്കൂൾ പ്രോജക്റ്റുകളിൽ സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ICT എക്യുപ്മെൻറ്റ്സും ട്രെയിൻഡ് ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാക്കിയ കണ്ടൻറ്റാണ്. അതായത് സ്കൂൾ കുട്ടികൾക്കുള്ള അഡീഷണൽ കണ്ടൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ റിസോഴ്സസിനാണ് നമ്മൾ സമഗ്ര എന്ന് പറയുന്നത്. അതായത് കേരള സിലബസ് അനുസരിച്ച് കൊണ്ടുള്ള ടീച്ചിങ് റിസോഴ്സസ് ആണ് ഈ സമഗ്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള PDB, GGB എന്നിവയെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതായത് കുട്ടികൾക്ക് ഇത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, ചാപ്റ്റർ, ടോപ്പിക്ക് വൈസാണ് ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു റിസോഴ്സ് പോർട്ടലായിട്ടല്ല, മറിച്ച് ഒരു കംപ്ലീറ്റ് ഒരു ഓൺലൈൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് LMS ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പബ്ലിക്കിനും അക്കാഡമിഷ്യൻസിനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സ്കൂൾ തല പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സുതാര്യവും ലളിതമാക്കാൻ പ്രധാന അധ്യാപകരെ സഹായിക്കുക എന്നതാണ് സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ രജിസ്റ്റർ പകർപ്പ്, കുട്ടികളെ സംബന്ധിക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ, വിവിധ സ്കോളർഷിപ്പുകൾക്ക് ആവശ്യമായ പട്ടികകൾ, പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയവ ഇതിലൂടെ വളരെ എളുപ്പം നിർമ്മിക്കാനായിട്ട് സഹായിക്കുക. വിക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചാനലാണ് വിക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോവിഡ് ടൈമിലൊക്കെ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് കുട്ടികൾക്ക് ഈ കണ്ടൻറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഹൈടെക് സ്കൂൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമുകളെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈടെക് സ്കൂൾ പ്രോഗ്രാം തുടങ്ങിയത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് ഓരോ ക്ലാസ് റൂമിനും ലാപ്ടോപ്സ്, പ്രൊജക്ടേഴ്സും ഇൻ്റർനെറ്റും ഒക്കെ ലഭ്യമാക്കുക, അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലോട്ട് ഇതിനെ ഉയർത്തുക എന്നതാണ് ഹൈടെക് സ്കൂൾ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ് ഫോക്കസ്ഡ് ഓൺ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഈസ്. അതായത് പ്രൊഫഷണൽ നെറ്റ്വർക്കിനെ ഫോക്കസ് ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പാണ്. ഇത് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അതായത് യൂസേഴ്സിന് അവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കൊളീഗ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, എംപ്ലോയേഴ്സുമായിട്ട്, അതായത് അവരുടെ ഫീൽഡിലുള്ള മറ്റ് എക്സ്പേർട്ടുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഫഷണൽ കോണ്ടൻറ്റ് ഷെയർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഡിസ്കഷൻസ് എൻഗേജ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു പ്രൊഫഷണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഈ ലിങ്ക്ഡിൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റ് നെറ്റ്വർക്കുകളുമായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്താൽ വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന്, കരിയർ അഡ്വാൻസ്മെൻറ്റിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ലിങ്ക്ഡിൻ ആണ്. അതായത് ജോബ് സെർച്ചിങ്, റിക്രൂട്ട്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റിനെല്ലാം ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൽസും എക്സ്പീരിയൻസും ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജോബ് ഓപ്പണിങ്സ് ഒക്കെ കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയേഴ്സും പാർട്ട്നേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടും ഈ ലിങ്ക്ഡിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, API ഇൻ റിസർച്ച് സ്റ്റാൻഡ്സ് ഫോർ. അതായത് API റിസർച്ചിലെ API എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അമേരിക്കൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ ഓതേഴ്സ്, അസോസിയേഷൻ ഓഫ് സൈക്കോളജിക്കൽ അനാലിസിസ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നുള്ളതാണ്. API എന്ന് പറയുന്നത് ഒരു പബ്ലിക്കേഷൻ മാനുവലാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ്, അതായത് നമുക്കൊരു എങ്ങനെയാണ് ആ ഒരു സോഴ്സസ് സൈറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് നമ്മൾ സൈറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മാനുവലാണ് API എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ എമോങ് ദ ഫോളോയിങ് ഈസ് എ
ടെക്നിക് യൂസ്ഡ് ഫോർ കളക്ടിങ് ഡേറ്റ ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച്. എഡ്യൂക്കേഷൻ റിസർച്ചിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റിനെയർ, ഒബ്സർവേഷൻ, റേറ്റിംഗ് സ്കെയിൽ, ഇൻവെൻറ്ററി എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്ന എയും ബി ഉണ്ട്. ക്വസ്റ്റിനെയറിലൂടെയും ഒബ്സർവേഷനിലൂടെയും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റിനെയർ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് കഴിയുമ്പോൾ അതിന് ആൻസർ കിട്ടും. ഒബ്സർവേഷൻ നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടും. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റയുടെ റേറ്റ് ചെയ്യാനായിട്ടാണ് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ അബ്രിവേഷൻ HTTP റെപ്രസെൻറ്റ് ഇൻ വെബ് ടെക്നോളജി? വെബ് ടെക്നോളജിയിലെ HTTPയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ, ഹൈ ട്രാൻസ്ഫർ ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. ഇവിടെ ആൻസർ വരുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, വേൾഡ് വൈഡ് വെബിലെ ഡേറ്റ കമ്മ്യൂണിക്കേഷനിലെ ഫൗണ്ടേഷനാണ്. അതായത് ഇതാണ് വെബ് ബ്രൗസേഴ്സിന് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. വെബ് സെർവറിൽ നിന്ന് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്? അതായത് അബ്സല്യൂട്ട് ഗ്രേഡിങ് നമ്മൾ ഏത് എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസ് റൂം വെയർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഈസ് മെഷേർഡ് അഗെയിൻസ്റ്റ് എ സ്റ്റാൻഡേർഡ്, കോഴ്സസ് വെയർ സ്റ്റുഡൻസ് ആർ റാങ്ക്ഡ് ഇൻ കമ്പാരിസൺ ടു ഈച്ച് അതർ, ഗ്രൂപ്പ് ബേസ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എൻകറേജ് കൊളാബറേഷൻ, സെറ്റിംഗ് വെയർ ക്ലാസ് ആവറേജ് ഡിറ്റർമൈൻസ് ഫൈനൽ ഗ്രേഡ്സ്. നമ്മൾ ഇത് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണെന്നൊക്കെ. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻസ് പെർഫോമൻസിനെ ഇവാളുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ്സിനെ വെച്ചിട്ടാണ് നമ്മൾ കുട്ടിയുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെറ്റിൻ്റെ എക്സാം ആണെങ്കിൽ ഒരു ഇത്ര മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ മാത്രമാണ് കുട്ടികൾ പാസ്സാവുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മുടെ സെറ്റ് എക്സാമിന് ഇപ്പോൾ കേട്ടിട്ട് എടുക്കുകയാണെങ്കിൽ 90 മാർക്ക്, ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക്, ആ 90 മാർക്ക് കൂടുതൽ കിട്ടിയാലാണ് നമ്മൾ പാസ്സാവുള്ളൂ എന്നുള്ളതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യുകയാണ് ബാക്കിയുള്ള കുട്ടികൾ വെച്ച്. ഈ നെറ്റിൻ്റെ എക്സാം വരുമ്പോൾ നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഒരു 6%, താഴോട്ടുള്ളവർക്ക് മാത്രമാണ് നമുക്ക് നെറ്റിന് കിട്ടത്തുള്ളൂ. സോ അതാണ് ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ സെറ്റ് എക്സാം അങ്ങനെയാണ്, ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ലിസ്റ്റ് 1 NEP 1968, 86, 2020 എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 യൂണിവേഴ്സൈസ്ഡ് ആക്സസ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് ഓഫ് 40. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് NEP 1968 ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് ഓഫ് 40. അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ 86 യൂണിവേഴ്സൈസ്ഡ് ആക്സസ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് എല്ലാ കുട്ടികൾക്കും എലിമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. NEP 2020 വന്നു കഴിഞ്ഞപ്പോൾ അത് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോട്ടായി. 1968 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. രാജ്യത്തൊട്ടാകെ 10, +2, +3 എന്നൊരു പഠനക്രമം നടപ്പിലാക്കാനായിട്ട് സാധിച്ചത് ഈ NEP 1968 പരീക്ഷ പരിഷ്കരണം, സ്പോർട്സിനും ഗെയിംസിനുള്ള സൗകര്യങ്ങളുടെ വർധന, വിദ്യാഭ്യാസത്തിലെ അവസര സമത്വം, സാക്ഷരതാ പ്രവർത്തനങ്ങളിലെ വയോജന വിദ്യാഭ്യാസത്തിൻ്റെ വിപുലീകരണം, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, ശാസ്ത്ര പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും വികസനം, അധ്യാപകരുടെ അന്തസ്സുറ്റ ഉന്നമനം, വില കുറഞ്ഞ പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണം, ത്രിഭാഷ പാഠപദ്ധതിയുടെ വ്യാപനം, സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു ഈ ഒരു പോളിസി മുമ്പോട്ട് വെച്ചത്. അതായത് ഇതിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി 86 വരുമ്പോഴേക്കും അവിടെ 10, +2, +3 എന്നൊരു വിദ്യാഭ്യാസ ഘടന നമ്മൾ പൊതുവായിട്ട് അംഗീകരിച്ചിരുന്നു. ഒരു ദേശീയ വിദ്യാഭ്യാസ സംവിധാനം വന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, ആവശ്യ പഠന നിലവാരം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭാഷാ പഠനത്തിന് നമ്മൾ വളരെയധികം പ്രോത്സാഹനം കൊടുത്തു.
ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, പരിചരണവും ശിശു വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തു. നവോദയ വിദ്യാലയങ്ങൾ, അതായത് അർഹതയുള്ള സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നവോദയ വിദ്യാലയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓപ്പൺ വിദ്യാഭ്യാസത്തിനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രാധാന്യം കൊടുത്തു. ലാസ്റ്റ് വന്ന നാഷണൽ പോളിസിയാണ് NEP 2020 എന്ന് പറയുന്നത്. അത് കസ്തൂരിരംഗൻ്റെ അധ്യക്ഷതയിലായിരുന്നു. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷനാണ് ഇത് വളരെയധികം പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ രീതി 5+3+3+4 എന്നൊരു ഘടനയിലോട്ട് മാറ്റി. 6 മുതൽ 14 വയസ്സ് പരിധിയിലിരുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 3 മുതൽ 18 വയസ്സ് പ്രായപരിധിയിലോട്ട് നമ്മൾ വ്യാപിപ്പിച്ചു. അതുപോലെ തന്നെ സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ പ്രഭാത ഭക്ഷണവും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഗവേഷണ പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അധ്യയന പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, ബിരുദം നൽകുന്ന സെൽഫ് ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജുകൾ, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റികൾ എന്നിവയെല്ലാം അങ്ങനെ 4 സ്ഥാപനങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനെ നമ്മൾ തിരിക്കുകയുണ്ടായി. സർവകലാശാല കോളേജ് പ്രവേശനത്തിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പൊതു പരീക്ഷ പാസ്സാകണം എന്നുള്ളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾക്ക് ആരംഭിക്കണം. 2 വർഷത്തെ B.Ed പ്രോഗ്രാം കുറച്ച് നാളും കൂടെ നിലനിർത്തിയിട്ട് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 1 വർഷത്തെ B.Ed കോഴ്സ് തുടങ്ങുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് NEP 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്മീഷൻസ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എടുത്തു നോക്കി എത്ര കമ്മീഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്ക് 48 മാർക്കാണ് ഫസ്റ്റ് പേപ്പറിന്, ജനറൽ പേപ്പറിന് പാസ്സാകാനായിട്ട് വേണ്ടത്. പക്ഷേ ഒരു 60 ക്വസ്റ്റ്യൻസോളം തന്നെ നമ്മുടെ ഒരു ഫിലോസഫി, സൈക്കോളജി, ICT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ കാര്യങ്ങളും പഠിക്കണം. കാരണം രണ്ടും കൂടി ഉള്ള മാർക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് പാസ്സാകാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊരു ഫാക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം മാർക്ക് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പേപ്പറിന് ഇച്ചിരി കുറഞ്ഞു പോയാലും വെച്ചാൽ നമ്മൾ ആ ഒരു മിനിമം മാർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിനിമം മാർക്ക് നമ്മൾ എന്തായാലും പാസ്സാകണം. പക്ഷേ ഓവറോൾ എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് പേപ്പറിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള കട്ട് ഓഫിൽ നമുക്ക് കയറിപ്പോകാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറിന് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് തന്നെ 60 മാർക്കിൻ്റെ എന്തായാലും ഫിലോസഫി, സൈക്കോളജി, ICT റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള ഭാഗത്തെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഈ ഭാഗത്തെ മാർക്കുകളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം നമ്മൾ B.Ed പഠിക്കുമ്പം അതിൻ്റെ അകത്തുള്ള ഫിലോസഫി, സൈക്കോളജി, അതുപോലെ തന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ICT കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 60 മാർക്കെങ്കിലും നിങ്ങൾ കളയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ബാക്കി ഭാഗങ്ങൾ പഠിക്കേണ്ട എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഇതിൽ നമ്മൾ മാർക്ക് ഒട്ടും കളയരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ICT റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയിലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക. കാരണം ഇതിൻ്റെ അകത്തു നിന്നൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്